അനീഷിനെ കണ്ടെന്നല്ല ബിഗ് ബോസ് ഹൗസിലെ മറ്റു മത്സരാർത്ഥികൾ ശരിക്കും പേടിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയില്ല, തുടക്കം മുതലേ ഈ പറയുന്ന ഒരു 51 എപ്പിസോഡ് വരെയുണ്ട്. ഇതിനിടയിൽ ആരോടും ഒരു ലിമിറ്റ് വിട്ട് അപ്പുറത്തേക്ക് ഒരു മോശം വാക്കുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മറ്റു വയലൻസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാത്ത ഒരാളാണ് ഈ പറയുന്ന അനീഷ് അല്ലേ. ഈ പറയുന്ന ലാലേട്ടൻ പോലും അനീഷിന്റെ അടുത്ത് അങ്ങനെ അധികം ചൂടായിട്ടോ കാര്യങ്ങളൊന്നും സംസാരിക്കുന്ന ഇതുവരെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ മത്സരാർത്ഥികൾക്കുള്ളിൽ പോലും ഈ പറയുന്ന അനീഷ് എന്ന് പറയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റിന് അപ്പുറത്തേക്ക് വരില്ല എന്നുള്ളൊരു ചിന്താഗതി ചിലപ്പോൾ അവർക്ക് തന്നെ ഉള്ളിൽ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇന്ന് ഈ പറയുന്ന അനീഷ് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഇവരെല്ലാം ഒരു ഞെട്ടലുണ്ട്, അല്ലെങ്കിൽ ഇവരെല്ലാം അനീഷ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഇത്തരത്തിലൊരു വയലൻസിലേക്ക് പോകുന്ന ഒരാളാണോ എന്നുള്ള ഇതിലൊരു തോന്നൽ ഈ പറയുന്ന കണ്ടിരുന്ന മറ്റ് ആൾക്കാരൊക്കെ മുഖത്ത് നമുക്ക് ശരിക്കും കാണാൻ പറ്റുമായിരുന്നു. സംഭവം വേറെ ഒന്നുമല്ല, ഇന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ടാസ്ക് എങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പറയുന്ന സീസൺ 7 നമ്മൾ കാണാറുള്ള ടാസ്ക് എന്താണ് സംഭവിക്കുക, ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കും, ഇവരെല്ലാവരും കൂടി ചളമാക്കും എന്ന് പറയുന്നതാണ് നമ്മൾ ഈ സ്റ്റാർട്ടിങ് തുടങ്ങി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന സീസൺ 7. സോ അതെന്തായാലും റിപ്പീറ്റ് എന്തായാലും സംഭവിച്ചിരിക്കുകയാണ്. അതായത് ഈ പറയുന്ന 2 ടീമുകളായിട്ട് എന്തായാലും മാറ്റിയിരുന്നു. അതിനകത്ത് ഒരു ടീമിന്റെ ക്യാപ്റ്റൻ നെവിനും ഒരു ടീമിന്റെ ക്യാപ്റ്റൻ അനീഷുമായിരുന്നു. അതായത് ഇവർ ഈ പറയുന്ന ജ്യൂസും കാര്യങ്ങളും എല്ലാം ഒരു ബോട്ടിൽസിലാക്കിയിട്ട് ഈ പറയുന്ന ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് മുന്നിൽ ഇത് അവതരിപ്പിക്കുകയും എന്നിട്ട് മാക്സിമം അവരെ കൺവിൻസ് ചെയ്ത് മാക്സിമം നമ്മളെ ആ പ്രൊഡക്റ്റ് അവരെ കൊണ്ട് എടുപ്പിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ടാസ്ക് ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണെന്ന് അനുമോളും ജിഷിനുമായിരുന്നു. എന്തായാലും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബോട്ടിൽസ് കൊണ്ടുവന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിന്റെ ടീമായിരുന്നു, നെവിന്റെ ടീമിനേക്കാൾ കൂടുതൽ കൊണ്ടുവന്നു. പക്ഷെ ഇതിനകത്ത് തന്നെ പല കാര്യങ്ങൾ കൊണ്ടും അനീഷിന്റെ ഈ പറയുന്ന ബോട്ടിൽസ് പ്രൊഡക്റ്റ് ഈ പറയുന്ന ജഡ്ജസ് ഈ പറയുന്ന ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആൾക്കാർ റിജക്ട് ചെയ്യും. പ്രത്യേകിച്ച് അനുമോളാണ്. അനുമോൾ ഒട്ടും അംഗീകരിക്കുന്നില്ല, ഇതൊന്നും പോരാ, ഇതിന്റെ ബോട്ടിൽ ശരിയല്ല, ഇതിന്റെ പാക്കിംഗ് ശരിയല്ല, പുറത്തേക്ക് പോകും, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ പറയുന്ന അനീഷിന് മാത്രമല്ല നെവിന്റെ ടീമിന്റെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന അനുമോൾ എന്തായാലും റിജക്ട് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും അനുമോൾ എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നെ ജിഷിന് ഒറ്റക്കാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ ആ സമയത്തേക്കും അനീഷ് മാക്സിമം, അതായത് എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കാവോ, ഒട്ടും വയലൻസിലേക്ക് കാര്യങ്ങളോ ഒന്നും പോകാതെ മാക്സിമം ഈ പറയുന്ന ക്വാളിറ്റി ചെക്കിന്റെ അടുത്തൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ്ട് മാക്സിമം എന്തായാലും ഈ പറയുന്ന അനീഷിന് ഒരു എഫേർട്ടൊക്കെ എന്തായാലും ഇടുന്നുണ്ട്. പക്ഷെ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നെവിൻ, അപ്പുറത്തെ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള നെവിൻ വരെ വന്നിട്ട് ഈ പറയുന്ന അനീഷിന്റെ പല ബോട്ടിൽസ് മോഷ്ടിക്കുകയും കുടിക്കുകയും അത്തരത്തിൽ വളരെയധികം മോശമായ രീതിയിൽ എന്തായാലും ഈ പറയുന്ന നെവിന്റെ ടീമും നെവിൻ അടക്കം വന്നിട്ട് ചെയ്യുന്നുണ്ട്. കാരണം നെവിൻ ഈ പറയുന്ന രീതിയിൽ മോഷണവും കാര്യങ്ങളൊക്കെ ആദ്യം വളരെയധികം ഫണ്ണായിരുന്നു, എന്റർടൈനിങ് ആണെങ്കിൽ, പക്ഷെ ഇത് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയിട്ട് വരുന്നൊരു പോയിന്റിലേക്കാണ് നെവിൻ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പൊ ഇതെല്ലാം അവസാനത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനം ഈ പറയുന്ന ജിഷിന്റെ ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞ് ഈ പറയുന്ന അനീഷിന് 4ഉം നെവിന്റെ ടീമിന് 5ഉം കൊടുക്കാം എന്നുള്ള ഇതിലേക്ക് എന്തായാലും ജിഷിൻ പറയുന്നുണ്ട്. അനീഷ് ചോദിക്കുന്നത് ഇതെങ്ങനെ ശരിയാകുന്നത്, ഇപ്പൊ ഞങ്ങളുടെ ടീമാണ് കൂടുതൽ കൊണ്ടത്, ഇവരെല്ലാം ഇത്തരത്തിൽ ഇമോഷണവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ പോയെന്നൊക്കെ പറയുന്നത്. അങ്ങനെ എന്തായാലും തുടർന്ന് സംസാരിച്ച് ഏറ്റവും അവസാനം ഈ പറയുന്ന അനീഷിന്റെ പിടി എന്തായാലും പിടുന്നുണ്ട്. അനീഷിന്റെ മാക്സിമം പൊട്ടിത്തെറിയും കാര്യങ്ങളും എല്ലാം എന്താണെന്ന് ഇന്ന് ലൈവ് ഉണ്ടവർക്ക് അറിയാം. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നിലത്തേക്ക് എറിയുക, ബോട്ടിൽസ് എടുത്തിട്ട് അങ്ങനെ മാക്സിമം അതായത് അങ്ങ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. സോ ഇത് കണ്ടുന്നപ്പോഴത്തേക്കും പലരും ശരിക്കും പണ്ടടിച്ചു. അതായത് ചുമ്മാ ബിൽഡപ്പിന് പറയുന്നില്ല, ശരിക്കും അതായത് അനീഷ് ഇങ്ങനെയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ അനീഷ് ഇയാളെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. സോ അത്തരത്തിൽ ഏറ്റവും അധികം നിയമത്തിനുള്ളിൽ നിന്ന് മാക്സിമം സൈലന്റ് ആയിട്ട് ഏറ്റവും നീറ്റായിട്ടുള്ള രീതിയിൽ എങ്ങനെ കളി കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന ഈ പറയുന്ന അനീഷിനെ പോലും ഇവരെല്ലാരും കൂടി അങ്ങ് വെറുപ്പിച്ച് വിട്ടിട്ടുണ്ട്. എന്തായാലും ഈ പറഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം തന്നെ ഇപ്പൊ എന്തായാലും നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ആഴ്ച എന്തായാലും അവിടെ എല്ലാവരും ഒരു പ്രഷർ കുക്കറിലായിരിക്കും. അതായത് മാക്സിമം ഈ പറയുന്ന എല്ലാം ഹീറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതിനുള്ള എല്ലാ സാധ്യതകളും ഈ പറയുന്ന ചലഞ്ചസും കാര്യങ്ങളും എല്ലാം ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഇവർക്ക് എന്നാലും കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഓൾറെഡി ലാലേട്ടൻ തന്നെ പറഞ്ഞിരുന്നതാണ്. സോ അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്.